പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ ഒരുപാട് ദൈവകൃപ നൽകിയതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തട്ടെ. ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ സാക്ഷ്യത്തെ ഒന്ന് പ്രസ്താവിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കൃപയാൽ എറണാകുളം ജില്ലയിൽ ജനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എറണാകുളം ജില്ലയിൽ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ പിതാവിൻ്റെ മാതാവിനും വളരെ കഷ്ടപ്പെട്ട് അവർക്ക് ഉണ്ടായ ഒരു ആൺമകനാണ് ഞാൻ. കാരണം അവര് മൂത്തത് 2 പെൺമക്കൾ അതിന്റെ വളരെ സ്ഥലങ്ങളിൽ കടന്നു പ്രാർത്ഥിച്ചു. എന്റെ പിതാവിന്റെ ജ്യേഷ്ഠനും എന്റെ പിതാവിന്റെ അനുജനും സഹോദരിമാർക്കെല്ലാം മൂത്തതെല്ലാം ആൺമക്കളായിരുന്നു. എന്റെ വീട്ടിൽ മാത്രം പെൺമക്കൾ ജനിച്ചപ്പോൾ അവർ നേർച്ച കാഴ്ചകൾ പലയിടങ്ങളിൽ നടത്തി വളരെയേറെ പ്രാർത്ഥിച്ചു. പലയിടങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഒരു ആൺമകനെ കിട്ടാതിരുന്നപ്പോൾ പിന്നത്തേതിൽ അവർ ആരോ പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ അനുസരിച്ച് ഭാരതത്തിന്റെ ദ്വിതീയ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന സെന്റ് ഫ്രാൻസിസ് സേവ്യറിന്റെ ചർച്ച് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ കോട്ടയാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട്. ആ സ്ഥലത്ത് പോയി അവര് പ്രാർത്ഥിച്ചപ്പോൾ ആ പുണ്യവാളന്റെ പേരുകൂടെ ഒരാൺമകന് ലഭിച്ചാൽ ഇടാമെന്നുള്ള തീരുമാനത്തോടെ അവർ കിടന്നിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആരും പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഗോവയിൽ പോയി അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി അവിടെ ചെന്ന് തൊട്ട് പ്രാർത്ഥിച്ചുവെങ്കിൽ മാത്രമേ ഒരാൺമകനെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ മാതാവും പിതാവും കൂടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഗോവയിൽ ചെന്നപ്പോൾ എന്റെ മാതാവിന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹവും ബൈബിളിൽ ശരിക്കും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ബൈബിളിൽ ഏതാവുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ബൈബിളിൽ ഏതോ ഒരു സ്ത്രീയെ ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മകനെ കൊടുത്തല്ലോ, ദൈവമേ ഞാനും അതുപോലെ പ്രാർത്ഥിക്കുന്നു, അങ്ങനെയെങ്കിൽ എനിക്ക് ദാനമായി തരുന്ന മകനെ ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി അങ്ങ് തന്നേക്കാം. സ്വർഗത്തിലെ ദൈവം ആ വാക്ക് ശ്രദ്ധ വെച്ച് കേട്ടു. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊന്ന് പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന് മുൻപാകെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം സംസാരിക്കുവാൻ. കാരണം നമ്മുടെ വാക്കുകൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവത്തിന് മുൻപാകെ അവർ ഉത്തരമരുളുന്ന ദൈവം കൂടെയാണ്. അടുത്ത വർഷം കൃപയാൽ ഞാൻ ജനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ഈ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് തന്നെ ഈ ദൈവം എന്റെ മാതാപിതാക്കളോട് വളരെ ഇഷ്ടം തോന്നിയതുകൊണ്ടും ആ മകനായിരിക്കുന്ന എന്നെ വളരെ പ്രാർത്ഥനയിൽ ഉറ്റു വളർത്തുവാൻ വേണ്ടി തന്നെ അവർ എന്നെ പള്ളിയിൽ കൊണ്ടുപോയി വളർത്തി. പള്ളിയിൽ കൊണ്ടുപോയി വളർത്തിയതുകൊണ്ട് ആ പള്ളിയിൽ വളർന്നപ്പോൾ പല കാര്യങ്ങളിൽ ഞാൻ സെറ്റിലാകാൻ ഇടയായിത്തീർന്നു. അവിടെ വന്ന ആ ഒരു പ്രത്യേക ചിന്തയിൽ അവിടുത്തെ പുരോഹിതനായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. ആ കുഴപ്പം എന്റെ ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ടി വന്നു. കൃപയാൽ പറയട്ടെ, ഒരു മനുഷ്യനെ വളർന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവന്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവൻ അതിന് കീഴ്പ്പെട്ടു പോകുന്നു. അങ്ങനെയാണ് ലോകത്തിന്റെ പാപത്തിൽ മനുഷ്യൻ അകപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെ ആ പള്ളിയിൽ വളർന്നുകൊണ്ട് തന്നെ ആ പള്ളിയിലെ പൈസ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചും ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് എനിക്ക് ഇടയായിത്തീർന്നു. അതവിടെ നിന്ന് പഠിച്ചതുകൊണ്ട് തന്നെ അവിടെ പള്ളിയിൽ നിന്നും വാഹനങ്ങളിൽ വരുന്ന ആളുകളിൽ നിന്ന് പൈസ എങ്ങനെ അടിച്ചു മാറ്റാമെന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ അടിച്ചു മാറ്റുകയും ചെയ്തു. അങ്ങനെ ഞാൻ പള്ളിയിൽ വളർന്നുകൊണ്ട് ഒരു പാപിയായി തീരുവാനായിട്ടിടയായി. ഞാൻ വളർന്നു. ഞാൻ ചുരുക്കിയൊക്കെ പറയട്ടെ, ഞാൻ വളർന്നു. കുറെ നാളുകൾ മുൻപോട്ട് പോയി. 8ാമത്തെ വയസ്സായപ്പോൾ എന്റെ കൈയുടെയും കാലിന്റെ മുട്ടിന് നീര് വെച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എറണാകുളത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്ന, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡോക്ടറായിരുന്ന ഡോക്ടർ ബേബി ജെ പാട്ടം എന്നെ പരിശോധിച്ചു. അദ്ദേഹം എന്നെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ആ പരിശോധനയിൽ മനസ്സിലായി എന്റെ ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടായെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആ ഹാർട്ടിന്റെ കംപ്ലൈന്റ് മാറ്റുവാൻ വേണ്ടി ശ്രീ ചിത്രരഞ്ജന മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്നെ റെഫർ ചെയ്തു. കൃപയാൽ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം അവിടെ റെഫർ ചെയ്തതിനു ശേഷം അവിടെ എനിക്ക് സഹായത്തിനായിട്ട് വന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, രോഗം നമുക്ക് വന്നാലും അതിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവം നമ്മെ സഹായിക്കുന്നു, ആ ദൈവം നമ്മെ വിടുവിക്കുന്നു. ആ ദൈവം എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തന്നതുകൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവം ആ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ഡോക്ടേഴ്സ് വളരെയേറെ നാളുകൾ എനിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഹാർട്ടിന്റെ വാൽവ് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ പലതരത്തിൽ നോക്കി